വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെയോ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതുപോലെയോ ഉള്ള രീതികളല്ല നമ്മുടെ കൊച്ചു കേരളത്തിലുള്ളത്. ആദ്യഘട്ടത്തിൽ കോവിഡുമായി ബന്ധപ്പെട്ട് CNIG റിപ്പോർട്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് മാധ്യമങ്ങളിൽ വലിയ കാര്യമായിട്ട് ഇടം പിടിച്ചിരിക്കുന്നത്. 2020 മാർച്ച് 28 കേരളത്തിൽ ആദ്യമായിട്ട് കോവിഡ് മരണം നടന്ന ദിവസം, ആ ദിവസം നടന്ന അഴിമതി എന്നുള്ളതാണ് CNIG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മാധ്യമ വാർത്തകളെ, മുൻ മാധ്യമ വാർത്തകളെ, ഏഷ്യാനെറ്റ് വാർത്തകളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. നമുക്കറിയാം, ഇതാണ് ജില്ലാ ആശുപത്രി, തൃശ്ശൂർ ജില്ലാ ആശുപത്രി. ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് സ്ഥിരീകരിച്ച് ഇവിടെയാണ് 2020 ജനുവരി 28. ഒരു പ്രത്യേകതയുണ്ട്, ഇവിടെ ഈച്ച പോലും പറക്കുന്നുണ്ടായിരുന്നില്ല. അത് പറയാൻ ഏറ്റവും പറ്റിയ സ്ഥലത്ത് നിന്ന് എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ഏറ്റവും വൻ അഴിമതി നടത്തിയെന്ന് പറയുന്ന കഥയുടെ ചില കാര്യങ്ങൾ സിന്ധു സൂര്യകുമാർ ആദ്യ ദിവസങ്ങളിലെ വീഡിയോയിൽ 2020 ഏപ്രിൽ മെയ് മാസങ്ങളിലെ വീഡിയോയിൽ സിന്ധു സൂര്യകുമാർ പറയുന്നുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. പറഞ്ഞത് എപ്പോഴും വാക്കല്ലേ, മാറ്റി പറയാൻ പറ്റുള്ളൂ. അത് വിദേശ രാജ്യങ്ങളിൽ ഉള്ളതുപോലെയോ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെയോ ഉള്ള രീതികളല്ല നമ്മുടെ കൊച്ചു കേരളത്തിലുള്ളത്. ആദ്യഘട്ടത്തിൽ ഇവിടെ രോഗികൾ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നിയന്ത്രിച്ചു നിർത്താൻ നമുക്ക് എളുപ്പത്തിലായി. ഇപ്പോൾ പുറത്തുനിന്ന് എന്നല്ല പറയേണ്ടത്, നമ്മുടെ ആളുകൾ പുറത്തു പോയവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിൽ രോഗവ്യാപനത്തിന്റെ ഇടയിൽ ജീവിച്ചിരുന്ന ആളുകൾ തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായും നമുക്കിവിടെ രോഗവ്യാപനം കൂടും. അത് നാം പ്രതീക്ഷിച്ചതുമാണ്. വിദേശ രാജ്യങ്ങളിൽ സുഹൃത്തുക്കൾ ഉള്ളവരോട് ചോദിച്ചാൽ അറിയാം, അമേരിക്കയിലൊക്കെ ആണെങ്കിൽ പോലും ഈ രോഗം ബാധിച്ചാൽ ഉടനെ തന്നെ ആശുപത്രിയിൽ പോകാനോ പരിശോധിക്കാനോ ഉള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ, ശ്വാസം മുട്ട് അധികരിക്കുമ്പോൾ, അല്ലെങ്കിൽ തീരെ നിവൃത്തിയില്ലാതാകുന്ന ഒരവസ്ഥയിൽ മാത്രമാണ് ആശുപത്രിയിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടുന്നത്. അതുവരെ നാം വീട്ടിൽ തന്നെ ഇരുന്ന് ചികിത്സിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് അവിടെയുള്ളത്. ഇവിടെ അങ്ങനെയല്ല. നമുക്ക് ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ സർക്കാർ തന്നെ സ്രവ പരിശോധന നടത്തി നമുക്ക് അസുഖമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കുന്നു, സൗജന്യമായി. അതിനുശേഷം സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി ചികിത്സ നൽകുന്നു. ഒരു ചികിത്സാ കാലത്ത് ഒരുപാട് തവണ ഈ പരിശോധന നടത്തേണ്ടി വരും. രോഗം പരിശോധിച്ച് ഇല്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം നമ്മളെ വീട്ടിലേക്ക് വിടുന്നു. അതായത് സർവത്ര സൗജന്യം. ഇങ്ങനെയല്ല എല്ലായിടത്തും നടക്കുന്നത് എന്നർത്ഥം. കേരളത്തിൽ ചികിത്സ സ്വകാര്യ മേഖലയിൽ ഇപ്പോൾ നടക്കുന്നുമില്ല. മുംബൈയിലടക്കം ദില്ലിയിലടക്കം സ്വകാര്യ ആശുപത്രികൾ ഈടാക്കുന്ന ചെലവ് കൂടി അന്വേഷിച്ചാൽ അറിയാം നമുക്ക് ഇവിടെ കിട്ടുന്ന സൗജന്യത്തിന്റെ വില. കേരളത്തിൽ കോവിഡ് പരിശോധനയ്ക്ക് ചില സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അനുമതിയുണ്ട്. പണം കൊടുക്കണം. 4500 രൂപ മുതൽ മേൽപോട്ടാണ് ഒരു ടെസ്റ്റിന് ചെലവ്, അതായത് ഒരു സ്രവ പരിശോധനയ്ക്ക്. ഈ ചെലവിലുള്ള 3 പരിശോധനയെങ്കിലും നടത്തിയാണ് ഒരാളുടെ രോഗം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. സ്ഥിരീകരിച്ചാൽ ആശുപത്രിയിലേക്ക് സർക്കാർ വക ആംബുലൻസിൽ കൊണ്ടുപോകും. ഓരോ 48 മണിക്കൂറിനിടയിലും പരിശോധിക്കും. അങ്ങനെ 3 ടെസ്റ്റുകൾ നെഗറ്റീവായാൽ മാത്രം ആശുപത്രിയിൽ നിന്ന് പോകാം. ആശുപത്രിയിലായിരിക്കുമ്പോൾ അവിടെ മരുന്ന്, ഭക്ഷണം എല്ലാം സൗജന്യം. പിന്നെ ഡോക്ടർ, മാറി എത്തുന്ന നഴ്സുമാർ, അസിസ്റ്റന്റുമാർ, ശുചീകരണ തൊഴിലാളികൾ എല്ലാവർക്കും ദിവസേന മാറി ഉപയോഗിക്കാൻ PPE കിറ്റുകൾ. ഒരു PPE കിറ്റ് 4 മണിക്കൂർ മാത്രമാണ് ഉപയോഗിക്കാനാവുക. ഒരെണ്ണത്തിന് ഏകദേശം 1200 രൂപ ചെലവിൽ ഒരാൾക്ക് ഒരു ഡ്യൂട്ടിയിൽ മിനിമം 2 തവണയെങ്കിലും മാറാനുള്ള എണ്ണം കിറ്റുകൾ വേണം. ഇപ്പോൾ സർക്കാർ നൽകുന്നത് സൗജന്യ ചികിത്സയാണ്. അതായത് കിറ്റുകളുടെ പണം പോലും രോഗികളിൽ നിന്ന് ഈടാക്കുന്നില്ല കേരളത്തിൽ. ഒരു ടെസ്റ്റിന് എത്രയാണ് ചെലവാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? 4000 രൂപ എടുത്താവും. ഒരാൾക്ക് എത്ര ടെസ്റ്റ് ചെയ്യണം? ചിലപ്പോൾ നെഗറ്റീവ് റിസൾട്ട് കിട്ടാൻ 10-20 ടെസ്റ്റ് ചെയ്യണം. ഇതൊന്നും ഒരക്ഷരം ഒരവസരം ഉണ്ടാക്കാതെ പൂർണ്ണ മനസ്സോടെ ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ സാമ്പത്തിക ഭദ്രത നോക്കിയിട്ടല്ല ആളുകൾ ചികിത്സിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങൾ നമ്മൾ ചികിത്സിക്കുന്നത് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ്. സ്വകാര്യ സ്ഥാപനങ്ങൾ ചികിത്സിക്കേണ്ടി വരുന്നവരെയും നമ്മൾ സൗജന്യമായി തന്നെയാണ് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ എങ്ങനെ വരും എന്നുള്ളതിനെ പറ്റി നമ്മളിപ്പോൾ ചിന്തിച്ചിട്ടില്ല. പ്രതിദിനം ഒരു രോഗിക്ക് ഏകദേശം 10000 വരെ, ICUവിലാണ് രോഗിയെങ്കിൽ 13000 വരെ, വെന്റിലേറ്ററിലാണ് എങ്കിൽ ഈ ചെലവ് വീണ്ടും കൂടും. ഇതാണ് സർക്കാർ ഒരാൾക്ക് വേണ്ടി ഒരു ദിവസം ചെലവാക്കുന്ന തുക. അപ്പോൾ രോഗികളുടെ എണ്ണം നോക്കി, അവർ കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണം നോക്കി ഏകദേശം തീരുമാനിക്കാം എത്ര ചെലവ് വന്നു എന്ന്. ഏകദേശം 30 കോടിയോളം രൂപ ചിലവാക്കി കഴിഞ്ഞു എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ.